പ്രിയ സുജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. ആചാര്യ ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്ന നിശബ്ദത പാലിക്കേണ്ട 10 സന്ദർഭങ്ങളിൽ 2 സന്ദർഭങ്ങളെ നാം പറഞ്ഞു. മൂന്നാമത്തേത്, ഗോസിപ്പുകളാൽ ചുറ്റപ്പെടുമ്പോൾ അപവാദ പ്രചരണങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും വ്യക്തികളെ തേടി വരും. നമ്മുടെ ഉയർച്ചയിൽ ദുഃഖിക്കുന്നവർ നമുക്കൊപ്പമുണ്ടാകും. നമ്മുടെ ഉയർച്ചയിൽ ദുഃഖിക്കുന്ന ആളുകൾ സമാജത്തിലുണ്ടാകും. വ്യത്യസ്തമായ അപവാദങ്ങൾ നിങ്ങൾക്ക് നേരെ വരാം. അതിനോട് അതേ നാണയത്തിൽ പ്രതികരിച്ചാൽ അപവാദങ്ങളുടെ ശക്തി കൂടി വരികയാണ് ചെയ്യുന്നത്. മറിച്ച് അവിടെ നിശബ്ദത പാലിക്കുക. നാം തെറ്റ് ചെയ്തില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നാം ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ഉദാഹരണത്തിന്, ചെറിയ കാര്യങ്ങൾ നമ്മൾ ഭയപ്പെടും. നമ്മളൊരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ല, പെട്ടെന്ന് പോലീസിനെ കണ്ടാൽ നമ്മൾ ഭയപ്പെടും. അതൊരു ഭീരുവിന്റെ ഭയമല്ല, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന ബോധ്യം നമുക്കുള്ളതുകൊണ്ടാണ്. ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിലും ഈ ഭയം നമുക്കുണ്ടാകും. ഭഗവത്ഗീതയിൽ 16-ാമത്തെ അധ്യായമുണ്ട്, ദൈവാസുര സമ്പത്ത് വിഭാഗ യോഗം. അതിൽ 26 ദൈവിക ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അഭയമാണ്. ഭയമില്ലാതെ ജീവിക്കുക. ഭയമില്ലാതെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഭയം ജനിപ്പിക്കുന്ന ഒന്നിലും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ആചാര്യ ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപവാദ പ്രചരണങ്ങൾ വ്യത്യസ്ത മേഖലയിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ അത് വളരെ വളരെ കൂടുതലാണ്. പാലക്കാട് നമ്മൾ ഇന്നലെ കണ്ടു. ഒരു കക്ഷി ജയിക്കുമെന്ന് ഉറപ്പ് വരുമ്പോൾ ഏറ്റവും തരംതാണ നമ്പറുകൾ ഇറക്കപ്പെടുന്ന ഒരു മേഖലയാണ് രാഷ്ട്രീയം. അഴിമതിയും കെടുകാര്യസ്ഥയും ആരോപണങ്ങളും എല്ലാം തന്നെ ഒരുപാടുണ്ടാകും. നമ്മുടെ നാട്ടിൽ സരിതയും സ്വപ്നയും എല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയക്കാർ തടവറയിലാകേണ്ടിയിരുന്നുവെങ്കിൽ എത്ര പേർ നമ്മുടെ നാട്ടിൽ തടവറയിലാകേണ്ടിയിരുന്നു. പക്ഷേ സത്യമുണ്ടായിരിക്കാം, പക്ഷേ അതിൽ പലതും 90% അതിശയോക്തിപരമാണ്, അല്ലെങ്കിൽ തെറ്റായ ആരോപണങ്ങളും അപവാദങ്ങളുമാണ്. ബുദ്ധിമാന്മാർ എന്തു ചെയ്യുന്നു? ഇത്തരം സന്ദർഭങ്ങളിൽ നിശബ്ദത പാലിക്കുന്നു. സമാജം ഒരു വിഷയത്തിന്റെ പിന്നാലെ നിരന്തരം സഞ്ചരിക്കില്ല. മാക്സിമം പോയാൽ 48 മണിക്കൂറിൽ കൂടുതൽ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ സാമാന്യ സമൂഹത്തിന് താല്പര്യമുണ്ടാവില്ല. അപ്പോഴേക്ക് അടുത്ത വിഷയങ്ങൾ വരും. എന്നാൽ നിശബ്ദത പാലിക്കാതെ ആരോപണം ആരുടെ നേരെയാണോ ഉള്ളത് അയാൾ നിരന്തരം അതിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ ആരോപണം ലൈവായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അത് വീണ്ടും വീണ്ടും വ്യത്യസ്തമായ ചർച്ചകൾക്ക് വിധേയമാകുന്നു. അതുകൊണ്ട് ആചാര്യ ചാണക്യൻ നമ്മളോട് പറയുകയാണ്, ഇത്തരം ഗോസിപ്പുകളിൽ, അപവാദ പ്രചരണങ്ങളിൽ നിശബ്ദത പാലിക്കുക. നാലാമത്തേത്, ധാർഷ്ട്യമുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കണം. എന്താണ് ധാർഷ്ട്യമുള്ള വ്യക്തി? നമ്മൾ ചില ആളുകളെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കും. എന്നാൽ ജീവിതത്തിൽ പരിചയപ്പെട്ട ഉടനെ അവരിൽ നിന്ന് അകലം പാലിക്കുവാനും നമ്മൾ ആഗ്രഹിച്ചു പോകും. ചില ആളുകൾ നമ്മുടെ വീട്ടിൽ വന്ന് 10 മിനിറ്റ് ചിലവഴിച്ച് തിരിച്ചു പോയാൽ നമ്മൾ ആഗ്രഹിക്കും അവർ വീണ്ടും വീണ്ടും വന്നിരുന്നെങ്കിൽ. ചില ആളുകൾ വീട്ടിൽ വന്ന് തിരിച്ചു പോയാൽ നമ്മൾ ആഗ്രഹിക്കും, ദൈവമേ അവരൊരിക്കലും വരാതിരുന്നെങ്കിൽ എന്ന്. അഹങ്കാരം, ധാർഷ്ട്യം, ആത്മപ്രശംസ, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തി സ്വയം ദുഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം അപമര്യാദയായിട്ട് ഏറ്റവും തെറ്റായ വാക്കുകൾ ധർമ്മപുത്രനോട്, ജ്യേഷ്ഠനായ യുധിഷ്ഠിരനോട് അർജുനൻ പറഞ്ഞു. അർജുനന് ക്രോധം നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞതായിരുന്നു ആ സന്ദർഭത്തിൽ തൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞുപോയ ഈ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ദുഃഖിതനായ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, തെറ്റ് പറ്റിപ്പോയി, എന്താണ് പ്രായശ്ചിത്തം? അപ്പോൾ കൃഷ്ണൻ പറയാണ്, ആത്മഹത്യ ചെയ്യണം എന്ന്. ആത്മഹത്യ ചെയ്യുക എന്ന് വെച്ചാൽ നാം മനസ്സിലാക്കിയത് ഈ പറയുന്ന തൂങ്ങിച്ചാവുക, വിഷം കുടിക്കുക എന്നൊക്കെയാണ്. ആത്മഹത്യക്ക് തുല്യമായ മറ്റൊന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യമാണ് എന്ന് പറയുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. അതോടുകൂടി അർജുനൻ ആത്മപ്രശംസ ചെയ്യുന്നു. എന്നേക്കാൾ വലിയ വില്ലാളിവൻ ലോകത്തിൽ എവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം പ്രശംസിച്ച് തൻ്റെ പ്രായശ്ചിത്ത കർമ്മത്തെ പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ധാർഷ്ട്യമുള്ള വ്യക്തികൾ ആത്മപ്രശംസ ചെയ്യുന്നവരാണ്. ഞാൻ എന്ന ഭാവം എല്ലായിടത്തും ഉണ്ടാകുന്നു. അവർ മറ്റുള്ളവരെ കേൾക്കുവാനോ മറ്റുള്ളവരോട് സംസാരിക്കുവാനോ തയ്യാറാകുന്നത് പോലും തന്നെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ കുറിച്ച് അറിയുവാനോ കേൾക്കുവാനോ അവർക്ക് താല്പര്യമില്ല. ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു വലിയ വ്യക്തി എന്ന് പറയുന്ന ആളെ കാണാൻ ചെന്നു. ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് 1 മണിക്കൂർ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങിപ്പോന്നു.
പിന്നെയാണ് ഞങ്ങൾ ആലോചിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്തു. അദ്ദേഹത്തിന്റെ A to Z കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം നേടിയ വിജയങ്ങളെക്കുറിച്ചും എല്ലാം. പക്ഷെ ഒരു വാക്ക് പോലും നിങ്ങളെക്കുറിച്ച് എന്താണ്, എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ, ആരൊക്കെയാണ് വീട്ടിലുള്ളത്, എന്തൊക്കെയാണ് പരിപാടി എന്നൊരു വാക്ക് പോലും അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചില്ല. 1 മണിക്കൂർ ഞങ്ങൾ നിശബ്ദരായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ കേട്ടു, ഒന്നും അങ്ങോട്ട് പറയാൻ അത് ഞങ്ങൾ അനുവദിച്ചില്ല. ഇത്തരം വ്യക്തികളിൽ നിന്ന് അകലവും പാലിക്കണം, നിശബ്ദതയും പാലിക്കണം. ധാർഷ്ട്യമുള്ള വ്യക്തികൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് അസ്വസ്ഥമാക്കും എന്ന കാര്യം ഓർക്കുക. അതുകൊണ്ട് 3-ാമത്തെ 4-ാമത്തെ പോയിന്റുകളെ ശ്രദ്ധിക്കുക. അപവാദ പ്രചരണങ്ങൾ, ഗോസിപ്പുകളാൽ ചുറ്റപ്പെടുമ്പോൾ നിശബ്ദത പാലിക്കുക. ധാർഷ്ട്യമുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ നിശബ്ദത പാലിക്കുക. കാരണം അവരോട് നമ്മൾ സംവാദത്തിന് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന വാക്കുകൾ വളച്ചൊടിക്കപ്പെടുവാനും നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്കെതിരെ പ്രയോഗിക്കപ്പെടുവാനും നമ്മുടെ വാക്കുകളെ തീരെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യും എന്ന കാര്യം നമ്മൾ ഓർക്കുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.